ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരു അഭിമുഖം നമുക്കിപ്പോൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി ഷാജഹാൻ വെള്ളാപ്പള്ളിയുമായിട്ട് സംസാരിച്ചത് എക്സ്ക്ലൂസീവായിട്ട് പീപ്പിളിന് മാത്രമായിട്ടുള്ളതാണ്. നമുക്കൊന്ന് കാണാം. തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ ഏകദേശം ഭൂരിപക്ഷം വന്നു തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കാണുന്നത്? അത് പ്രധാനമായിട്ടും ജനറൽ സെക്രട്ടറി തന്നെ ഒരു പുതിയ സഖ്യം ഉണ്ടാക്കിയിരുന്നു, SNDP BJP സഖ്യം. അത് ഏത് തരത്തിൽ വിജയിച്ചു? SNDP ആരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, BJP ആയിട്ടും ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു അത്ഭുതകരമായ ഒരു വളർച്ച BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒട്ടും മോശമല്ല, വളരെ നല്ല ഒരു പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാം തന്നെ നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൻ്റെ പേരിലുള്ള വിദ്വേഷങ്ങൾ എത്രയോ നാളുകളായി ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് നീതിയും ധർമ്മവും ഒക്കെ പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം വീതിച്ചു കൊടുക്കുകയും ഭൂരിപക്ഷ സമുദായം ഈ രാജ്യത്തുണ്ടെന്നുള്ള ആ വിചാരമില്ലാതെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ്റിനുള്ള ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. ഇപ്പോഴീ BJPക്ക് വളരെയധികം മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അതിൽ SNDPൻ്റെ 1% പോലും പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? കാണുമായിരിക്കും. കാരണം 1% പോലും പങ്കില്ലെന്ന് ഞാൻ പറയാൻ നിന്നില്ല. പലയിടത്തും അവർ അങ്ങും ഇങ്ങും സപ്പോർട്ട് ചെയ്തും പരസ്പരം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് എതിരായി ഞങ്ങളുടെ ആളുകൾ നിൽക്കുന്നതായിട്ട് എനിക്കറിയാം. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു 3 സീറ്റ് കൂടെ അവർക്കിവിടെ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം SNDPക്കാർ കൂടെ ആ BJPക്ക് ബദലായി നിന്നപ്പോൾ 100 വോട്ട് 180 വോട്ടൊക്കെ മാറി വോട്ട് ഈ SNDP പ്രവർത്തനം കിട്ടിയപ്പോൾ, കാരണം ആ സീറ്റ് അവർക്ക് കിട്ടാൻ ദേഷ്യം കൊണ്ടാണെന്ന് തോന്നുന്നു SNDPക്കാർ കയറുന്നത്. ആ നിന്ന വോട്ട് ഭിന്നിച്ചു പോയതുകൊണ്ട് ഇവർ 2-3 സ്ഥാനാർത്ഥികൾ BJPക്കാർ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലയിടത്തെല്ലാം വിജയവും ചിലയിടത്തെല്ലാം ചെറിയ ഈ കൂട്ടായ്മയുടെ കുറവ് കൊണ്ടും അതിൻ്റെ ഹോംവർക്കോ അല്ലെങ്കിൽ ഇതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള നേതൃത്വപരമായ ചർച്ചകളോ സംവാദങ്ങളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ചിലർക്ക് നഷ്ടം സംഭവിച്ചത് SNDPക്കാണ്. കാര്യം SNDPയുടെ സ്ഥാനാർത്ഥികൾ എവിടെയും സ്വതന്ത്രമായിട്ട് നിന്നിട്ട് പോലും വിജയിച്ചിട്ടില്ല. അങ്ങനെ നഷ്ടമൊന്നും വന്നിട്ടില്ലെന്ന് അതിനെപ്പറ്റി കണക്കെടുത്ത് നോക്കാതെ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ 158 ഇതിപ്പോൾ നിങ്ങൾ പറയണ നേരാണെന്ന് പറയണമെന്ന് എനിക്കറിയാം. കൈരളിയല്ലേ, കൈരളിയാകുമ്പോൾ നേരെ എന്തുമാത്രം പറയും. എന്നെപ്പറ്റി ഇതിനെല്ലാം നുണയാണ് ഇപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇത് അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ ഇതിനെപ്പറ്റി തിരക്കിയിട്ടില്ല, എനിക്കറിയില്ല. ലോവർ ഞാൻ അതിനെപ്പറ്റി തിരക്കിയിട്ടില്ല. ഈ BJPക്കാർ ഒരാൾ പോലും എന്നെ വന്ന് കണ്ട് നമ്മുടെ സഖ്യവും അതിൻ്റെ കൂട്ടായ്മയോടുകൂടി പോകേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു വാക്ക് പോലും ആരും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടായേനെ. ഇല്ല, അന്ന് അഭിപ്രായമില്ല എനിക്ക്. അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് പറയാൻ കാരണം SNDP ഒരു പാർട്ടി അല്ലല്ലോ. പാർട്ടി അല്ലാത്തടത്തോളം കാലം അങ്ങനെ ഒരു ചർച്ച അവർ നടത്താത്തതിൻ്റെ പേരിൽ എനിക്കും പരാതിയില്ല. ഞാനൊട്ട് ആ കാര്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് പോകാനോട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് പെട്ടെന്ന് ഊരിത്തിരിഞ്ഞ് വന്നതല്ലേപ്പാ. ഈ ഒരു പ്രത്യേക ഒരു ഹോംവർക്ക് ഇല്ലാതെ പെട്ടെന്ന് ഊരിത്തിരിഞ്ഞ് അവിടുന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി നടന്നൊരു മത്സരമാണ്. കാരണം ഇവർക്ക് അത്രയും വലിയൊരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഒരു ഓർഗനൈസ്ഡ് അല്ലല്ലോ. അപ്പോൾ ആ ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചെയ്തപ്പോൾ ഇത്രയും പേരൊക്കെ ആയില്ലേ. അതിന് ചെറുതായി കണ്ടിട്ട് കാര്യമുണ്ടോ? അവർ അത്ഭുതകരമായി വളർന്നില്ലേ. പല സ്ഥലത്തും SNDPയുടെ പ്രവർത്തകർക്ക് ഒരു നിർണായക ശക്തിയായിട്ട് വളർന്നു വരാൻ സാധിച്ചില്ല എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചേർത്തല നഗരസഭയിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ SNDPയുടെ. അവരാരും തന്നെ ജയിച്ചിട്ടില്ല. വോട്ട് കിട്ടിയൂടെ നോക്കണം. ജയിക്കാതിരിക്കുക എന്നുള്ളതിനുപരി നിർത്തിയവരൊക്കെ എത്ര വോട്ടിന് ജയിച്ചു പിന്നെ തോറ്റു. ഇപ്പോൾ ജയിച്ച പലരുമൊക്കെ എത്ര വോട്ടിനാണ് ജയിച്ചത് എന്നുകൂടെ കണക്കാക്കി വേണം നമുക്ക് അതിനെപ്പറ്റി ഒരു കണക്കെടുക്കണമെങ്കിൽ ഈ ജയിച്ചവരുടെ എല്ലാവരുടെയും വോട്ട്, തോറ്റവരുടെ എല്ലാവരുടെയും വോട്ട്, ആ വോട്ട് കൂടെ വെച്ചുകൊണ്ടൊരു കണക്കെടുത്താൽ
നമുക്ക് അതിനെപ്പറ്റി ഈ 178 പേര് നിന്നിട്ട് നിങ്ങൾ അവകാശപ്പെടുന്നവർ അവർ കുറേ അധികം വോട്ട് മേടിച്ചുവെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അത്ര 1000 ആളുണ്ടായി എങ്കിൽ അതൊരു നേട്ടമാണ്. അപ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സഖ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. ഞങ്ങൾ ആരുമായിട്ട് സഖ്യം ചെയ്യാമെന്ന് SNDP പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും പറഞ്ഞിട്ടില്ല. അങ്ങനെ സഖ്യത്തിൽ പോകാനായിട്ടാണെങ്കിൽ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഈ ഉണ്ടാകാൻ പോകുന്ന പാർട്ടി, ആ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അവരുമായിട്ട് ആലോചിക്കട്ടെ, ആരെങ്കിലുമായിട്ട് ആലോചിക്കട്ടെ. ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ സ്ഥിര ശത്രുവോ മിത്രമോ ഉണ്ടോ ഞങ്ങൾ നമ്മളെന്തെല്ലാം മിത്രമായിരുന്നു. സാഹചര്യത്തിൽ ഇപ്പോൾ SNDPയുടെ ഒരു പരാതി LDF അല്ലെങ്കിൽ UDF ഈഴവ സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വളരെയധികം പരിഗണന കൊടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ആയിട്ട് യോജിച്ച് പോകാനുള്ള ശ്രമം നടത്തും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ശ്രമം നടത്തുകയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. LDF ഒരുപാട് ആളുകൾക്ക് പരിഗണന കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളെ തൊഴിക്കുന്ന കാര്യത്തിലും ഏറ്റവും മുമ്പന്തി നിന്നിട്ടുണ്ട്. ഞങ്ങൾ എത്ര തൊഴുതാലും ഉടനെ തൊഴിക്കുകയാണ്. ഇല്ലാത്ത കഥകൾ സൃഷ്ടിച്ചും എങ്ങനെ തേജോവധം ചെയ്യാൻ സാധിക്കുമോ സമുദായത്തെയും സമുദായ സംഘടനയും അതിന് ഏറ്റവും ഭംഗിയായി ആ നാടകം അവതരിപ്പിച്ച്, പ്രത്യേകിച്ചും കൈരളി. അപ്പോൾ ഇനിയൊരു ചർച്ചയ്ക്ക് വല്ല സാധ്യതയുണ്ടോ? അങ്ങനെ രാഷ്ട്രീയത്തിലും വ്യക്തികളിലും സ്ഥിര ശത്രുതയുണ്ട്. അച്യുതാനന്ദൻ 326 ദിവസം ഇവിടെ സമരം ചെയ്തതല്ലേ. ഈ വാർഡ് അങ്ങനെയല്ലേ പോയത്. അത് മുമ്പ് തന്നെ ഈ 7-ാം വാർഡ് UDF എന്നും പറഞ്ഞ് വെള്ളാപ്പള്ളി UDF എന്ന് പറഞ്ഞ് TV എഴുതിയിട്ടുണ്ട്. UDF അങ്ങനെ പോയി. ഇവൻ്റെ വീട് വരെ കയറി അടിച്ചതല്ലേ. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, തനിക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരെല്ലാം വോട്ട് അന്ന് തുടങ്ങി UDFൻ്റെ സീറ്റ് പിടിച്ച് അവരെടുത്തിട്ട് പിന്നെ അത് വിട്ടില്ല എന്നുള്ളതാണ് നേരെ. അതുകൊണ്ട് ഇപ്പോൾ ആരുമായിട്ടും സംസാരിക്കുന്നത് ഇവരോടൊന്നും വ്യക്തിപരമായി നമുക്ക് യാതൊരു വിരോധമില്ല. ഈ ഒരു പ്രതിഫലനം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണമാകുമോ അതോ UDFന് ഗുണമാകുമോ? അത് ഈ രാഷ്ട്രീയത്തിൽ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ വരുന്ന കൂട്ടുബന്ധങ്ങളും വിക്കേഷൻസും ഒക്കെ വേണം. ഇതൊക്കെ ഈ കണ്ട തെരഞ്ഞെടുപ്പെല്ലാം കണ്ടുകൊണ്ട് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എല്ലാം അടിച്ചു വാരി ഒരിക്കലായി LDF എന്ന് വിചാരിച്ചാൽ അതൊന്നും കണക്കൂട്ടാവുകയില്ല. കാരണം ഈ പത്രിതല പഞ്ചായത്തിൽ വരുന്ന വോട്ടർമാരും ഇലക്ഷന് പ്രത്യേകിച്ച് അസംബ്ലി ചെയ്യുന്ന വോട്ടും പാർലമെൻറ്റ് ചെയ്യുന്ന വോട്ടും ഇത് മൂന്ന് തരത്തിലാണ്. ആ 3 തരത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പഞ്ചായത്ത് നേരത്തെ അസംബ്ലി പാർലമെൻറ്റിൽ വന്നപ്പോൾ UDF പുറകിലില്ലാഞ്ഞോ? പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് ഇവിടെ ഭൂരിപക്ഷം കിട്ടിയില്ലേ? അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു അവസാന വാക്കല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് UDFനാണ്. ആണ്. അതവരുടെ കയ്യിരിപ്പുണ്ട്. അതവർക്ക് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് അവരുടെ പ്രവൃത്തിയിൽ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ പ്രവൃത്തിയിൽ മനം നൊന്തുള്ള പ്രതിഷേധത്തിൻ്റെ ആ വിദ്വേഷം അവർ വോട്ടാക്കി പ്രയോജനം ചെയ്തപ്പോൾ പരാജയം UDFന് വന്നു. അവരത് മനസ്സിലാക്കുമെങ്കിൽ അവർക്ക് കൊള്ളാം.